കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് SFIOയ്ക്ക് ലഭിച്ചത് വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികളും നിർണായക രേഖകളുമാണ്. സാമ്പത്തിക അന്തരം തെളിയിക്കുന്ന അതിനിർണായക രേഖകളാണ് CMRL ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SFIO കണ്ടെത്തിയിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം KSIDCയുടെ ഓഫീസിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് KSIDC ഓഫീസിൽ റെയ്ഡിനെത്തിയത്. CMRL റെയ്ഡ് പൂർത്തിയാക്കിയാണ് KSIDCയിലേക്ക് SFIO സംഘം എത്തുന്നത്. താമസിയാതെ തന്നെ എക്സാലോജിക്കിലേക്കും അന്വേഷണം എത്തും. ഇതോടെ AKG സെന്ററിലും ക്ലിഫ് ഹൗസിലും SFIO സംഘം റെയ്ഡ് നടത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി. വീണ വിജയന്റെ ചോദ്യം ചെയ്യലുമുണ്ടാകും. വീണ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് SFIOയുടെ പ്രാഥമിക നിഗമനം. KSIDC നൽകുന്ന മറുപടി പിണറായി വിജയനെയും വീണ വിജയനെയും സംബന്ധിച്ച് അതിനിർണായകമാകും. അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണിപ്പോൾ SFIO അന്വേഷണ സംഘം. SFIOയുടെ 4 ഉദ്യോഗസ്ഥരാണ് KSIDCയിൽ റെയ്ഡിനെത്തിയത്. ഇതോടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലേക്ക് എത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനത്തിലെ പരിശോധനകൾ അതിനിർണായകമാകും. KSIDCയും CMRLും തമ്മിലുള്ള ഇടപാടുകളാണ് SFIO ഇപ്പോൾ പരിശോധിക്കുന്നത്. CMRL KSIDCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. മുഴുവൻ സമയ ഡയറക്ടറും KSIDCയുടെ നോമിനിയായി CMRLിലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ പണം സർക്കാർ സംവിധാനത്തെ സ്വാധീനിക്കാനാണെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് KSIDCയിൽ സംഘമെത്തുന്നത്. സ്വകാര്യ കാറിലാണ് സംഘം KSIDCയിൽ എത്തിയത്. പതിയെ കാറിൽ നിന്നിറങ്ങിയ ഉദ്യോഗസ്ഥർ KSIDCയിലേക്ക് നടന്നു കയറി. ഇതോടെ മാസപ്പടിയിലെ അന്വേഷണം പുതിയ തലത്തിലെത്തി. കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ള CMRLിൽ 2 ദിവസമാണ് SFIO സംഘം റെയ്ഡ് നടത്തിയത്. ജീവനക്കാരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSIDCയിലെ അന്വേഷണം അതിനിർണായകമാകുന്നത്. CMRLിൽ 2 ദിവസം പരിശോധന നടത്തിയ ശേഷമാണ് തിരുവനന്തപുരത്തെ KSIDCയുടെ ഓഫീസിലേക്ക് ഇവർ എത്തുന്നത്. മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം തുടങ്ങിയത് തിങ്കളാഴ്ചയാണ്. ആദ്യ 2 ദിവസം എക്സാലോജിക് കമ്പനിയുമായുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനകൾ നടത്തിയത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ED സംഘവും ഉൾപ്പെട്ടിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധിക്കുന്നത്. SFIO അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. CMRL ഓഫീസിൽ നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക തെളിവെടുപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. ആദായ നികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് ഇപ്പോൾ നടത്തുന്നത്. 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിനുമൊക്കെ 10 മടങ്ങ് മുകളിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. യഥാർത്ഥ ലാഭത്തിന്റെ 10-1 പോലും കമ്പനിയുടെ ആസ്തിയായി കാണിച്ചിട്ടില്ലെന്നും SFIO സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം എന്തു ചെയ്തു, ആർക്ക് നൽകി എന്നാണ് SFIO ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യും. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിനിടയിൽ എക്സാലോജിക്കിന് നൽകിയ പണത്തെക്കുറിച്ചും ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ SFIO സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 1.72 കോടി രൂപയായിരുന്നു ഇന്റർറി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതിനുമൊക്കെ പല മടങ്ങ് അധികം തുക എക്സാലോജിക്കിന് CMRL നൽകിയിട്ടുണ്ടെന്നാണ് SFIO കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതോടെ വീണയുടെ അറസ്റ്റ് ഉറപ്പായിരിക്കുകയാണ്. ഇതിനിടയിൽ വീണ വിജയനെ രക്ഷിക്കാൻ പിണറായി വിജയൻ ഒരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചെന്നാണ് വിവരം. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ വീണ വിജയൻ വിദേശത്തേക്ക് കടക്കാനും സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതിനിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക EDയുടെയും CBIയുടെയും അന്വേഷണത്തിന്റെ സാധ്യതകളിലേക്കാണ്. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുക. ഇതിനു പിന്നാലെ CBIയും എത്തും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ
ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് സംഘം പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. ഇവരെ കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ട്. എക്സാലോജിക് മാത്രമല്ല, CMRL നിന്ന് പണം വാങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വലിച്ചു കീറുന്ന നിലയിലേക്കാണ് ഇപ്പോൾ SFIOയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്.